ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ വിവരിച്ചിരിക്കുന്നത് മുഴുവനും ആ ആത്മചൈതന്യത്തെക്കുറിച്ചാണ്. ആ ആത്മചൈതന്യം നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നാം ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളും ചേർത്തുകൊണ്ടാണ് അത് പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അർത്ഥം മനസ്സിലായിട്ടുണ്ടല്ലോ ഇല്ലേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് ചിലര് പറയാറുണ്ട്. അതെപ്പോഴാ? ഹർത്താലും ബന്ധും ആഹ്വാനം ചെയ്യുമ്പോ. അതൊഴികെ ബാക്കിയെല്ലാം അവനവന്റെ കർമ്മങ്ങള് അവനവൻ അനുഭവിച്ചു തീരണം. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction എന്ന് സർ ഐസക് ന്യൂട്ടൺ ഇന്ത്യക്ക് പുറത്തുള്ളവനായതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർമ്മിക്കും. അപ്പൊ എന്താണത്? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. അത് ഇന്ത്യക്കാരൻ എങ്ങനെയാ പറയേണ്ടത്? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction falling upon the actor. falling upon the actor. അതാണ് ഇന്ത്യക്കാരന്റെ വരി. അതുകൊണ്ടാണ് രാവണൻ വീണ് കിടക്കുന്നത് കണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അപ്പൊ ആ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളുമായിട്ടാണ് നമ്മളുടെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപിരിയുന്നത്. ആ ആത്മാവ് അടുത്ത ജന്മത്തിൽ ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർത്ത നന്മകളും തിന്മകളും അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ജന്മത്തില് ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടുണ്ടോ, ആ നന്മ തിന്മകളെല്ലാം കഴിഞ്ഞ ജന്മത്തിലെ അനുഭവിച്ചു തീർക്കാൻ പാകത്തിന് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ ആ ആത്മാവ് ആ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? കഴിഞ്ഞ ജന്മത്തില് ഒത്തിരി പേരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തില് മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടാൻ പറ്റിയ ഒരു വീട്ടിൽ ചെന്നായിരിക്കും ജനിക്കുക. അർത്ഥം മനസ്സിലായി? കഴിഞ്ഞ ജന്മത്തില് പലരും ഊണ് കഴിക്കുന്ന സമയത്ത് വിളക്ക് കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തില് വെളിച്ചം കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ശരീരത്തെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ജന്മത്തില് ആരെയെല്ലാം ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം അനുഭവങ്ങൾ കൂടി ഈ ജന്മത്തില് അനുഭവിച്ചു തീർക്കാൻ പാകത്തിനുള്ള ഒരു ശരീരവുമായിട്ട് ഒരു മാതാപിതാക്കളുടെ മകനായി മകളായി അതിനു പറ്റിയ ഒരു വീട്ടില്, അതിനു പറ്റിയ ഒരു നാട്ടില്, അതിനു പറ്റിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും നമ്മൾ ജനിക്കുക. അങ്ങനെ ജനിക്കുമ്പോൾ നമ്മളുടെ ആത്മാവിന്റെ കൂട്ടത്തില് വരുന്ന കർമ്മബലത്തിന് ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് സഞ്ചിത കർമ്മബലം. സഞ്ചിത കർമ്മബലം.